Let's talk on question number 5. Question 5. Lanthanoid ions with 4f7 configurations are. എന്നിട്ട് അവർ കുറെ എന്ത് ചെയ്തിട്ടുണ്ട്, ലാന്തനോയിഡ്സിനെയും തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് തന്നിരിക്കുന്ന ലാന്തനോയിഡ്സ്? യൂറോപ്പിയം 2+, അല്ലെ, ഗഡോലിനിയം 3+, യൂറോപ്പിയം 3+, ടർബിയം 3+, സമീരിയം 2+. ഇത് പെർഫെക്റ്റ്ലി നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് D&F ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ അല്ലെ. ലാന്തനോയിഡ്സ് എന്ന് പറയുന്ന പാർട്ടിലെ സെക്സ് അല്ലെ, ആ പാർട്ടിയിൽ നിന്നാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻ. ഇതിൽ 4f ആരാണ്? നോക്കൂ കുട്ടികളെ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗഡോലിനിയവും അല്ലെ, അതുപോലെ യൂറോപ്പിയവും. സോ വാട്ട് അബൌട്ട് ദെയർ കോൺഫിഗറേഷൻ? നോക്കൂ, നമ്മളുടെ NCERT ആണ്. അപ്പൊ ഇവിടെ ഗഡോലിനിയം നിങ്ങൾ നോക്കുക അല്ലെ. ഗഡോലിനിയം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അയാളുടെ കോൺഫിഗറേഷൻ 4f7 അല്ലെ. അത് ഗഡോലിനിയം 3+ ആണ്. ഗഡോലിനിയം 3+ന്റെ കോൺഫിഗറേഷൻ 4f7. അപ്പൊ ഒരാൾ ഗഡോലിനിയം 3+, അയാള് 4f7. ഇനി നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ നോക്കൂ, ഇതില് വേറെ ആരും 4f7 ഇല്ല. ഇനി ലെഫ്റ്റ് സൈഡിൽ ആരെങ്കിലും 4f7 ഉണ്ടോ? യെസ്, ഇയാൾ 4f7 ആണ്. അയാൾ ആരാന്ന് ചോദിച്ചാൽ യൂറോപ്പിയമാണ്. സോ വി ക്യാൻ സേ ദാറ്റ് നെക്സ്റ്റ് പേഴ്സൺ ഈസ് യൂറോപ്പിയം 2+, അല്ലെ. അതല്ല, നമ്മുടെ ടേബിളിനകത്ത് വേറെ ആരെയും 4+ ഉണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, 4+നെ കുറിച്ച് ചിന്തിക്കാമായിരുന്നു. ബട്ട് 4+ ഈസ് നോട്ട് ദെയർ. ടെർബിയം 4+ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ആൻസർ വരാമായിരുന്നു. പക്ഷേ ടെർബിയം 4+നകത്ത് ഇല്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂറോപ്പിയം 2+ഉം ഗഡോലിനിയം 3+ഉം. സോ ഓപ്ഷൻ എയും ബിയുമാണ് നമ്മൾ ആൻസർ ആയി സെലക്ട് ചെയ്യുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1.